Hello, good evening, everyone. Hello. Good evening, doctor. Okay. It's a statement given by the Swami Vivekananda. So, the origin of the word, we are going to the repertory. The origin of the word from the Greek Latin word repertory, repertorium, which means storehouse. Storehouse എന്നാണ് പറയുന്നത്. അതായത് ഒരു 18th സെഞ്ചുറിയിലെ ആർമമെന്റോറിൽ കുറെ വെപ്പൺസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ച് സിസ്റ്റമാറ്റിക്കലി ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലത്തിനെ ആർമമെന്റോറി എന്ന് പറയുന്നു. ആ വേർഡിൽ നിന്നാണ് റെപ്പർട്ടോറിയം എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. റെപ്പർട്ടോറിയം, റെപ്പർട്ടസ് എന്ന വാക്കിന്റെ അർത്ഥം ടു ഫൈൻഡ് ഔട്ട് എന്നാണ്. ഓക്കെ, കമ്മിങ് ടു ദ ഡെഫിനേഷൻ, നമുക്ക് ഡെഫിനേഷനിലൂടെ പോവാം. ഇൻട്രൊഡക്ഷൻ. Repertory is a systematically and logically arranged index to the homeopathic materia medica, which is full of information collected from toxicology, drug proving, and clinical experience. So, repertory എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആണ്. എന്തിന്റെ ഇൻഡെക്സ്? മെറ്റീരിയൽ മെഡിക്കയുടെ ഇൻഡെക്സ് ആണ്. The material medica is full of information collected from എവിടുന്നൊക്കെ? ടോക്സിക്കോളജി, ഡ്രഗ് പ്രൂവിംഗ്, ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. സോ അതാണ് റെപ്പർട്ടറിയുടെ ഡെഫിനേഷൻ. നമുക്കറിയാം റെപ്പർട്ടറി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സിലബസിൽ മാത്രമല്ല നമ്മുടെ കരിയറിലും. ഇന്നത്തെ കാലത്ത് വേഗം നമുക്ക് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനൊക്കെ റെപ്പർട്ടറി വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ കമ്മിങ് ടു ദ യൂസ് ഓഫ് ദ റെപ്പർട്ടറി ടു ഫൈൻഡ് ഔട്ട് ദ സിനിമ. നമുക്ക് സിനിമ കണ്ടുപിടിക്കാനായിട്ട് റെപ്പർട്ടറി ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊരു കേസ് ടേക്കിംഗ് എടുത്ത് അവസാനം അതിൽ നിന്ന് കുറച്ച് സിംറ്റംസ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അത് നമ്മൾ അനാലിസിസ് ചെയ്ത് ഒരു സിനിമ കണ്ടുപിടിക്കുക അല്ലെ. അപ്പോൾ അതിന് നമുക്ക് റെപ്പർട്ടറിയുടെ ഉപയോഗം വരും. പിന്നെ എന്തൊക്കെ നമുക്ക് ഉപയോഗം വരും? ഒരു റെഫറൻസ് ബുക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരു എന്താ പറയാ, നമുക്ക് ചില സിംറ്റംസ് ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം അല്ലെ. സിംറ്റംസ് നമുക്ക് ഒരു കേസ് ടേക്കിംഗ് എടുക്കുന്ന സിംറ്റംസ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ചിലപ്പോൾ മെഡിസിൻ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലെ ഒരു റെഫറൻസ് ബുക്കായിട്ട് നമുക്ക് എന്തെടുക്കാം? നമുക്ക് നമ്മുടെ റെപ്പർട്ടറി യൂസ് ചെയ്യാം. ആൻഡ് അടുത്തത് ഹെൽപ്സ് ടു സ്റ്റഡി മെറ്റീരിയൽ മെഡിക്ക. മെറ്റീരിയൽ മെഡിക്ക നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് റെപ്പർട്ടറി യൂസ് ചെയ്യാം. എങ്ങനെ എടുക്കാം? നമുക്ക് ഒരു ഡ്രഗ് നമ്മൾ എടുത്തു, ഒരു ഡ്രഗ് എടുത്തിട്ട് നമ്മൾ ഈ റെപ്പർട്ടറിയും കൂടെ എടുത്തിട്ട് അതിന്റെ ഒരു സെക്ഷൻ ആയിട്ട് എടുക്കാം. ഒരു മൈൻഡ് സെക്ഷൻ എടുത്തു. മൈൻഡ് സെക്ഷനിൽ ഈ ഡ്രഗിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അങ്ങനെ നമുക്ക് ഈച്ച് വൺ നമുക്ക് അങ്ങനെ ഒരു ഡ്രഗിന്റെ പിക്ചർ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോ ഒരു കേസ് വരുമ്പോൾ പേഷ്യന്റിനോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കണമെങ്കിൽ ഇതൊക്കെ റൂബ്രിക്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ റൂബ്രിക്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ റെപ്പർട്ടറി യൂസ് ചെയ്യും. പിന്നെ സ്റ്റഡി ഓഫ് ഹോമിയോപ്പതി ഇൻ റിലേഷൻ ടു മോഡേൺ പാത്തോളജി. നമുക്കറിയാം BBC, നമ്മുടെ ബേസിക് റെപ്പർട്ടറീസ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. BTPB, BBCR, അതുപോലെ കെൻസ് റെപ്പർട്ടറി. അപ്പോൾ ഇതിലെ BBCR ഒക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ പാത്തോളജിക്കൽ സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് റെപ്പർട്ടറി യൂസ്ഫുൾ ആണ്. പിന്നെ സ്പീഡി റിട്രൈവൽ ഓഫ് നോൺ ഫാക്ട്സ്. ഫോർ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ അക്യൂട്ട് കേസ് കണ്ടീഷനിൽ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് റെപ്പർട്ടറി. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? റെപ്പർട്ടറി യൂസ് ചെയ്യാം. സോഫാർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഞാൻ ഫസ്റ്റ് ആവുന്നുണ്ടോ? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ പറയാമോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഓക്കെ, നമുക്കിനി ലിമിറ്റേഷൻസ് ഓഫ് റെപ്പർട്ടറി പറയാം. ഈ MCQന് ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നിട്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. റെപ്പർട്ടറിയിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് ഓർഡർ ഏതാണ്, എഡിഷൻസ് ഏതാണ്, എത്ര വോളിയുണ്ട്, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൈനേഴ്സിന്റെ എല്ലാത്തിന്റെയും വർഷം, ബർത്ത് ഡേറ്റ്, ഡെത്ത് ഡേറ്റ്,
അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് റെപ്പർട്ടറി. റെപ്പർട്ടറിക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്? ഇറ്റ് സെൽഡം സജസ്റ്റ് ദ ഫൈനൽ ചോയ്സ് ഓഫ് റെമഡി. നമുക്കറിയാലേ, നമ്മൾ കേസ് ടേക്കിംഗ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസ് ടേക്കിംഗ് എടുത്ത് സിംറ്റംസ് ഒക്കെ വാലുവേറ്റ് ചെയ്ത് നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് നമുക്ക് കിട്ടും. അതിന്ന് നമ്മൾ പിന്നീട് അതിന് പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, സിംറ്റം സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് അത് മെറ്റീരിയൽ മെഡിക്കൽ വെച്ചിട്ട് അതുപോലെ ഓർഗനോണിന്റെ ഒരു അറിവും കൂടിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് അതിന്റെ കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ seldom suggest a final choice of the remedy. Many rubrics are not represented. ചില നമുക്കറിയാലോ, ചില റൂബ്രിക്സുകൾ മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ചിലതൊന്നും റെപ്രസെന്റ് ചെയ്തിട്ട് ശരിക്കും അത് ഫുള്ളായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ കുറച്ച് ലിമിറ്റേഷൻ ആണ്. പിന്നെ ഈച്ച് റെപ്പർട്ടറി ഈസ് ഹാവിംഗ് ഇറ്റ്സ് ഓൺ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻ. ഓരോ റെപ്പർട്ടറി നമ്മൾ എടുത്ത് നോക്കൂ, BTPB എടുക്കുക, അതിന്റെ എല്ലാം എന്താ പറയാ കൺസ്ട്രക്ഷൻ ഡിഫറെന്റ് ആണ്. BTCR അത് പാത്തോളജിക്കലാണ് കുറച്ചും കൂടി. അപ്പോ നമുക്ക് ഒരു ഫിസിഷ്യനെ സംബന്ധിച്ച് എല്ലാ റെപ്പർട്ടറീസിനെ കുറിച്ചൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അപ്പോൾ ഈച്ച് റെപ്പർട്ടറി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. കനോട്ട് ഗിവ് ഗൈഡൻസ് റിഗാർഡിംഗ് പൊട്ടൻസി, ഡോസ് ആൻഡ് റെപ്പിറ്റേഷൻ. അതായത് പൊട്ടൻസിനെ കുറിച്ചിട്ടോ ഡോസേജിനെ കുറിച്ചിട്ടോ റെപ്പിറ്റേഷനെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ പറയുന്നില്ല. അതിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഒരു ഇൻഡെക്സ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, മെഡിക്കയുടെ ഒരു ഇൻഡെക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് പൊട്ടൻസി ഡോസ് ഒക്കെ അറിയണമെങ്കിൽ ഓർഗനോണിന്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് എടുക്കണം. അടുത്തത് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. റെപ്പർട്ടറിയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റെപ്പർട്ടറീസ്. നമുക്ക് ബേസിക്കലി നമുക്ക് അതിനെ 5 ആയിട്ട് തരംതിരിക്കാം. ബേസ്ഡ് ഓൺ ഫിലോസഫിക് കൺസെപ്റ്റ്, അതായത് ലോജിക്കൽ യൂട്ടിലിറ്റേറിയൻ റെപ്പർട്ടറീസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ റെപ്പർട്ടറീസ് വിത്ത് നോ ഡിസ്റ്റിങ്ക്റ്റീവ് ഫിലോസഫി, പ്യൂരിറ്റൻ റെപ്പർട്ടറീസ്, ക്ലിനിക്കൽ റെപ്പർട്ടറീസ്, കാർഡ് റെപ്പർട്ടറീസ്, മെക്കാനിക്കൽ എയ്ഡഡ് റെപ്പർട്ടറീസ്. ഇനി നമുക്ക് ഓരോന്നും പറയാം. എന്താണ് ലോജിക്കൽ യൂട്ടിലിറ്റേറിയൻ റെപ്പർട്ടറീസ്? They will have a definite construction and arrangement. അതായത് ഇത് ഒരു പ്രത്യേക ഒരു ഫിലോസഫി വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ കെൻ റെപ്പർട്ടറി, അത് ഡിഡക്റ്റീവ് ലോജിക് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് അറേഞ്ച്മെന്റ് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പിന്നീട് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ റെപ്പർട്ടറീസും വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫിലോസഫി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയുന്ന സിംറ്റംസ് ആർ ലോജിക്കലി ഇന്റർപ്രറ്റ് ഇൻ ടു റൂബ്രിക്സ് ആയിട്ട് നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഈ സിംറ്റംസിന് അതാണ് ലോജിക്കൽ യൂട്ടിലിറ്റേറിയൻ റെപ്പർട്ടറീസ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ലോജിക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർഗനോണിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ലോജിക്, ആൻഡ് ഡോക്ട്രിൻ ഓഫ് അനലോഗി, ഡോക്ട്രിൻ ഓഫ് ഗ്രാൻഡ് ജനറലൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലോജിക് വെച്ചിട്ടാണ് ഈ റെപ്പർട്ടറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു, based on the concept of generals to particulars, particulars to generals. Generals to particulars എന്ന് പറഞ്ഞാൽ അതാണ് ഡിഡക്റ്റീവ് ലോജിക്. അത് കെൻസ് റെപ്പർട്ടറി, ഹിപ്പീസ് റെപ്പർട്ടറി, സിന്തറ്റിക് റെപ്പർട്ടറിയിലൊക്കെ അത് വരുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് അത് പെർട്ടിക്കുലേഴ്സിലേക്ക് കൂടിയിട്ട് ഉൾപ്പെടുത്തുന്ന അതാണ് ഈ ജനറൽസ് പെർട്ടിക്കുലേഴ്സ് ഡിഡക്റ്റീവ് ലോജിക് എന്ന് പറഞ്ഞാല്. അതുപോലെ particulars to generals എന്ന് പറയുന്നത് രണ്ടാമത്തെ, based on the concept of particulars to generals. അതിന് കുറച്ച് ഗ്രൂപ്പ് ഓഫ് റെപ്പർട്ടറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ BTPB, BTCR ഒക്കെ. അവിടെ എന്താണ് വരുന്നത്, പെർട്ടിക്കുലേഴ്സിൽ നിന്നാണ് ജനറൽസിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പാർട്ടിലേക്ക് വരുന്ന ഒരു മൊഡാലിറ്റി, ആ മൊഡാലിറ്റി ആ ഒരു സിംറ്റം എടുത്തിട്ട് നമ്മളത് ആ കേസിനെ ഉൾപ്പെടുത്തുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിനെയാണ് പെർട്ടിക്കുലേഴ്സ് ടു ജനറൽസ് എന്ന് പറയാം. നമ്മളത് വഴിയെ മനസ്സിലാക്കും. നമ്മൾ ഓരോ റെപ്പർട്ടറി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നെക്സ്റ്റ് അടുത്ത റെപ്പർട്ടറി എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റൻ റെപ്പർട്ടറീസ് ആണ്. പ്യൂരിറ്റൻ റെപ്പർട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്യുവർ, അതായത്
നമ്മൾ ഒരു സിംറ്റംസ് കുറച്ച് മെഡിസിന്റെ സിംറ്റംസ് കുറച്ച് പ്രൂവറിൽ നമ്മൾ എടുത്തു അല്ലെ. ആ സിംറ്റംസ് അതേപടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെപ്പർട്ടറിയിൽ ഉൾപ്പെടുത്തുന്നു. ഒരു റെപ്പർട്ടറി അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നു. അതിന് ഒരു ലോജിക്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോ ഇതിനെയാണ് വിത്ത് റെപ്പർട്ടറീസ് വിത്ത് നോ ഡിസ്റ്റിങ്ക്റ്റീവ് ഫിലോസഫി അഥവാ പ്യൂരിറ്റൻ റെപ്പർട്ടറീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നർ റെപ്പർട്ടറി, ജനറേഴ്സ്, കൺകോർഡൻസ് റെപ്പർട്ടറീസ് ഒക്കെയാണ്. അടുത്തത് വരുന്നത് ക്ലിനിക്കൽ റെപ്പർട്ടറീസ്. ക്ലിനിക്കൽ റെപ്പർട്ടറീസ് എന്ന് പറയുമ്പോൾ അതായത് കൂടുതലായിട്ടും ചിലപ്പോൾ ഒരു ഓൾ ബോഡി നമുക്ക് ബോറിസ് റെപ്പർട്ടറി പറയാം, അല്ലെങ്കിൽ ക്ലാസ് ക്ലിനിക്കൽ റെപ്പർട്ടറി, അല്ലെങ്കിൽ പിന്നെ പറയുന്നത് ഡിസീസ് കണ്ടീഷൻ ഓർ പാർട്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെറിഡ്ജ് ഐ, ബെൻസ് ഡയറിയ, ഇതൊക്കെ എന്താണ്, ഒരു ക്ലിനിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ അങ്ങനെ വരുന്ന റെപ്പർട്ടറീസ് നമ്മൾ ക്ലിനിക്കൽ റെപ്പർട്ടറീസ് എന്ന് പറയുന്നു. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് റെപ്പർട്ടറീസിനെ കുറിച്ചിട്ടാണ്. ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ ഫിലോസഫി കോൺസെപ്റ്റ് വെച്ചിട്ട് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് പ്യൂരിറ്റൻ റെപ്പർട്ടറീസ് ആണ്. പ്യുവർ ലാംഗ്വേജ് ഓഫ് പ്രൂവേഴ്സിന്റെ അത് വെച്ചിട്ട് അതേപടി സിംറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന റെപ്പർട്ടറീസ് ആണ് പ്യൂരിറ്റൻ റെപ്പർട്ടറീസ്. പിന്നെ പറയുന്നത് ക്ലിനിക്കൽ റെപ്പർട്ടറീസ് ആണ്. അതിന് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. പിന്നെ പറയുന്നത് അടുത്തായിട്ട് പറയുന്നതാണ് കാർഡ് റെപ്പർട്ടറീസ്. കിഷോർ കാർഡ് റെപ്പർട്ടറി, ബോഗസ് കാർഡ് ഇൻഡെക്സ്. അപ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് എഴുത്ത് പരിപാടികളൊന്നും ഇല്ലാതെ ഒരു കാർഡ് ഫോമിലാക്കിയിട്ട് ഉണ്ടാക്കിയ റെപ്പർട്ടറീസ് ആണ് കാർഡ് റെപ്പർട്ടറീസ്. കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് മെക്കാനിക്കൽ എയ്ഡ് റെപ്പർട്ടറീസ്. പിന്നീട് കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷം അത് സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയതായിരുന്നു അങ്ങനെ കുറച്ച് റെപ്പർട്ടറീസ്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കാര, അതേപോലെ റഡാർ. ഇതിന്റെയൊക്കെ ഫുൾ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് റെപ്പർട്ടോറിയൽ അനാലിസിസ്, അതുപോലെ റാപ്പിഡ് എയ്ഡ് ടു ഡ്രഗ് എയിംഡ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് മാസ്റ്റർ ആൻഡ് ഏർലി റെപ്പർട്ടറീസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെപ്പർട്ടോറിയൽ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഹാനിമൻ ആണ്. പക്ഷെ ഫാദർ ഓഫ് റെപ്പർട്ടറി ആരാണ്? ബോണിമോസൺ ആണ് അല്ലെ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറയാം. ഇപ്പൊ ആദ്യമായിട്ട്, അതായത് അന്നത്തെ കാലത്ത് കുറച്ച് മെഡിസിൻസും ഒക്കെ ഇതേപോലെ കണ്ടുപിടിച്ച് അവര് മെഡിക്ക പ്യൂറ വെച്ചിട്ടൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് വന്നപ്പോ അവർക്ക് മനസ്സിലായി ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇതെല്ലാം മെഡിക്ക പ്യൂറ ഫുള്ള് ഓർമ്മിച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അങ്ങനെയാണ് ഹാനിമനും അതുപോലെ കുറച്ച് പയനിയേഴ്സും ഇതിനെപ്പറ്റി ചിന്തിച്ചത്, ഒരു ഇൻഡെക്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യമായി 1805 ഫ്രാഗ്മെന്റഡ് ഇവാലുവേഷന്റെ സെക്കൻഡ് പാർട്ടിലാണ് ഈ ഇൻഡെക്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഫസ്റ്റ് റെപ്പർട്ടോറിയൻ ആയത്. പിന്നീട് അദ്ദേഹം 1817 ഡോക്ടർ ഹാനിമൻ ഒരു ഷോർട്ട് റെപ്പർട്ടറി, സിംപ്റ്റം ഡിക്ഷണറി, അത് മുന്നത്തെ ഒരു കേരള എൻട്രൻസിൽ ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. സിംപ്റ്റം ഡിക്ഷണറി ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളത്. അത് ലാറ്റിനിലാണ് പബ്ലിഷ് ചെയ്തത്. അതങ്ങനെ. ഇനി 1828 ഹാർട്ട്ലോ ബെൻട്രിങ് റെപ്പർട്ടറി ആൻഡ് ജർമ്മൻ. ഇനി കുറച്ച് റെപ്പർട്ടറീസിനെ കുറിച്ച് പറയാണ്. ഇത് കുറച്ച് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള റെപ്പർട്ടറീസ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ ഹാനിമന് ശേഷം. അതായത് 1832 ബോണിമോസൺ ആന്റിസോറിക്സ് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് റെപ്പർട്ടറീസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കുറെ ഡോക്ടേഴ്സ്. അതിന്റെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. വെബർ റെപ്പർട്ടറി വിത്ത് പ്രിഫേസ് ബൈ ഹാനിമൻ, സിസ്റ്റമിക് വർക്ക് ഓഫ് ആന്റിസോറിക് മെഡിസിൻസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് റെപ്പർട്ടറീസ് ഒക്കെ വന്നതിന് ശേഷം 1832 ബോണിമോസൺ ചെയ്തു ഈ നമ്മുടെ ആന്റിസോറിക് മെഡിസിൻ എന്ന് പറയുന്ന റെപ്പർട്ടറി ഇറക്കി. അതിനെയാണ് പിന്നീട് ദ പ്രൊജനൈറ്റർ ഓഫ് ഓൾ ലേറ്റർ റെപ്പർട്ടറീസ് എന്ന് അറിയപ്പെട്ടത്. പബ്ലിഷ്ഡ് ഇൻ 1832. അത് വളരെയധികം ആക്സെപ്റ്റൻസ് കിട്ടി ഹോമിയോപ്പതി സൊസൈറ്റിയിൽ. കാരണം അതിന് കുറെ ഗ്രേഡിങ്സ് ഒക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയത് കൊണ്ട് അത് കുറച്ചും കൂടി ബലവത്തായിട്ട് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം ഫാദർ ഓഫ് റെപ്പർട്ടറി ആയിട്ട് അറിയപ്പെട്ടത്.
ഫാദർ ഓഫ് ഇന്ത്യൻ റെപ്പർട്ടറി ആർക്കെങ്കിലും ആരെങ്കിലും പറയോ? ഫാദർ ഓഫ് ഇന്ത്യൻ റെപ്പർട്ടറി, ഫാദർ ഓഫ് റെപ്പർട്ടറി ബോണിമോസ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റെപ്പർട്ടറി ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ റെപ്പർട്ടറി ഫാദർ മുള്ളർ ആണ്. ഫാദർ അഗസ്റ്റസ് മുള്ളർ ആണ് ഫാദർ. അദ്ദേഹത്തിന്റെ റെപ്പർട്ടറി ഓഫ് മാനുവൽ എന്ന് പറയുന്ന ഒരു റെപ്പർട്ടറി ആണ് ആദ്യത്തെ. അതാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റെപ്പർട്ടറി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഹോമിയോപ്പതി നമുക്കറിയാം അല്ലെ. ഫാദർ ഓഫ് ഇന്ത്യൻ ഹോമിയോപ്പതി ആർക്കെങ്കിലും അറിയാമോ? പ്ലീസ്. ഡോക്ടർ ബാബു രാജേന്ദ്രലാൽ ദത്ത്. യെസ്, കറക്റ്റ്. അദ്ദേഹമാണ് രാജേന്ദ്രലാൽ ദത്താണ് നമ്മുടെ ഇന്ത്യൻ ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത റെപ്പർട്ടറിയിലേക്ക് പറയാം. ഇതൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട എങ്കിലും അതിലെ ഏതൊക്കെ റെപ്പർട്ടറീസ്, ഏതൊക്കെ ഓർഡേഴ്സ്, ഏത് വർഷത്തില് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നമ്മൾ പറയാൻ ഡോക്ടർ ജാർസ് റെപ്പർട്ടറി ആണ്. സിൻകം റെപ്പർട്ടറി. ദ പ്രിക്കേഴ്സർ ഓഫ് കെൻസ് റെപ്പർട്ടറി എന്നറിയപ്പെടുന്നത് ഈ ജാർ റെപ്പർട്ടറിയാണ്. കാരണം കെൻസ് റെപ്പർട്ടറി എഴുതി അദ്ദേഹം ജാർ റെപ്പർട്ടറി ബേസ് ചെയ്തിട്ടാണ് കെൻ റെപ്പർട്ടറി ഉണ്ടാക്കിയത്. സോ ജാർ റെപ്പർട്ടറി പബ്ലിഷ്ഡ് ഇൻ 1835. ഇപ്പൊ 1832 കാൻഡിസോർക്ക് ഉണ്ടാക്കി. 1835 ജാർ റെപ്പർട്ടറി ജർമ്മൻ ലാംഗ്വേജില് 3 വോളിയംസും 5 എഡീഷൻസ് ആണ് അതിന് ഉള്ളത്. അത് ഒരു ലാൻഡ്മാർക്ക് ആണ്. അത് 1897 നമ്മുടെ കെൻ റെപ്പർട്ടറി ഉണ്ടാക്കിയെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അത് പക്ഷെ 12 ഫസിക്കിൾസ് ആയിട്ടാണ് അത്, അതായത് 12 ഘട്ടങ്ങളിലൂടെയാണ് ഈ കെൻസ് റെപ്പർട്ടറി പബ്ലിഷ് ചെയ്തത്. അതിന്റെ ആദ്യത്തെ ഗഡു എന്ന് പറയുന്നത് 1897 ഇറക്കിയത്. പിന്നീട് അതിന്റെ ഫുൾ ഫോം ആയിട്ട് എല്ലാ ഫസിക്കിൾസ് എല്ലാതും കൂടിയിട്ട് ഒരൊറ്റ കവറിൽ 1899 അത് പുറത്തിറങ്ങിയെന്നാണ് പറയുന്നത്. അതാണ് പിന്നീട് നമ്മുടെ മോഡേൺ ഇറ ഹോമിയോപ്പതിക് റെപ്പർട്ടറി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഇയേഴ്സ് ആണ് പറയുന്നത്. ബോറിംഗ് ആവുമെന്ന് അറിയില്ല. ഇനിയിപ്പോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇത് നമ്മൾ ഓരോ വർഷത്തിന്റെ ഇതില് ബേസിസ് ഞാൻ പറയാണ്. 1833 ഗ്ലേസർ ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി. അതുപോലെ 1835 ബോണിങ്ങോസൻ റെപ്പർട്ടറി ഓഫ് മെഡിസിൻസ് വിച്ച് ആർ നോട്ട് ആന്റിസോറിക്. 1836 ബോണിങ്ങോസൻ an attempt at showing the relative kinship of homeopathic medicines. അതിനെയാണ് ബെർവൻ ഷാപ്റ്റൻ റെപ്പർട്ടോറിയം എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ വർഷങ്ങൾ നോക്കണേ. ഇനി 1838 കോൺസ്റ്റന്റൈൻ പറയുന്ന റെപ്പർട്ടറി ഓഫ് മാനുവൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ 1843 ഫസ്റ്റ് ഫ്രഞ്ച് റെപ്പർട്ടറി ലാഫിറ്റ് എന്ന് പറയുന്ന ഒരു ഓതർ ഇറക്കിയിട്ടുണ്ട്. ഹലോ, ഹലോ, ഇത് കേൾക്കുന്നുണ്ടോ? ഹലോ, is it audible? Okay. So ഞാൻ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി റൂബ്രിക്സ് ഒക്കെയാണ് കൂടുതൽ ചോദിക്കുക. ഞാൻ പ്രീവിയസ് സ്റ്റേറ്റ് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇടാട്ടോ. സോ ഇതുവരെ നമ്മൾ പറഞ്ഞതിലെ
ഇനി നമ്മൾ പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെപ്പർട്ടറീസ് ആണ്. 1846 ബോർണിംഗ് ഓഫ് BTPB ഇറക്കി. പിന്നെ 1854 അഡോൾഫ് ലിപ്പി. സോ കോൺസ്റ്റന്റ് ലിപ്പി ഉണ്ട്, അതേപോലെ അഡോൾഫ് ലിപ്പി ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കണം. 1854 എ ലിപ്പി റെപ്പർട്ടറി ഓഫ് കമ്പാരിറ്റീവ് മെട്രിമെഡിക്ക ഇറക്കിയിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റന്റ് ലിപ്പി റെപ്പർട്ടറി ഓഫ് ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് സിംപ്റ്റംസ് ഓഫ് മെട്രിമെഡിക്ക 1879 ഉണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്യണേ. പിന്നെ ബെൽസ് ഡയറി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1869 ഇറക്കിയത്. അതുപോലെ ബെറിഡ്ജിന്റെ റെപ്പർട്ടറി ഓഫ് ഐസ്. ഇത് രണ്ടും എന്താണ്, ഏത് റെപ്പർട്ടറീസിലാണ് പെടുന്നത്? ഇത് രണ്ടും ക്ലിനിക്കൽ റെപ്പർട്ടറീസിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് 1879 HC അലൻ. ഇപ്പൊ 3 അലന്മാരുണ്ടല്ലേ, HC അലൻ, TF അലൻ, അതുപോലെ WA അലൻ. HC അലൻ റെപ്പർട്ടറി ഓഫ് ഫീവേഴ്സ് ഇറക്കി എങ്കിൽ WA അലൻ റെപ്പർട്ടറി ഓഫ് ഇന്റർമിറ്റന്റ് ഫീവർ ആണ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ വർഷങ്ങളൊന്ന് നോട്ട് ചെയ്യണം. 1880, 1882. പിന്നെ 1880 ബോസിസ്റ്റർ റെപ്പർട്ടറി ഓഫ് മൊഡാലിറ്റീസ് ഇറക്കി. ഈ മൊഡാലിറ്റീസ് ഈ W തിരിച്ചിട്ട M ആവൂല്ലേ, അപ്പൊ അതൊന്ന് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഓർക്കാം. ഒരു ജേൺസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജേൺസി റെപ്പർട്ടറി ഓഫ് ഹെമറോയിഡ്സ് അത് ഇറക്കി 1880. 1881 ഹെറിംഗ് അനലിറ്റിക്കൽ റെപ്പർട്ടറി ഇറക്കി. ലിയൻ ക്ലാർക്ക് റെപ്പർട്ടറി ഓഫ് കോഫ് ആൻഡ് എക്സ്പെക്ടേഷൻ 1884. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് വരുന്നത് 1885 ഫാദർ അഗസ്റ്റസ് മുള്ളർ മാനുവൽ ഓഫ് ഹോമിയോപ്പതി. മാനുവൽ ഓഫ് ഹോമിയോപ്പതി ആണ് കേട്ടോ, ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞു. മാനുവൽ ഓഫ് ഹോമിയോപ്പതി ആണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കിന്റെ പേര്, ഫസ്റ്റ് റെപ്പർട്ടറി. അതാണ് ഫസ്റ്റ് ഇന്ത്യൻ റെപ്പർട്ടറി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അടുത്ത 1890 ജനറിസ് റെപ്പർട്ടറി, ദ റെപ്പർട്ടറി ഓഫ് കൺകോർഡൻസ്. ആൻഡ് 1896 നർ റെപ്പർട്ടറി, ദ റെപ്പർട്ടറി ടു ഹെറിംഗ്സ് ഗൈഡിംഗ് സിംപ്റ്റം. JG Kent റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പതിക് മെട്രിമെഡിക്ക 1897. അപ്പൊ 1897 JG Kent നമ്മൾ പറഞ്ഞു. ഇനി 1905 CM Bogart ബോർണിംഗ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് റെപ്പർട്ടറി. CM Bogart റെപ്പർട്ടറി വിത്ത് സിനോപ്റ്റിക് 1950. ഇപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബോറിക് ക്ലിനിക്കൽ റെപ്പർട്ടറി 1927. 1937 റോബർട്ട് സെൻസേഷൻ ആസിഡ്, ഇത് ഇമ്പോർട്ടന്റ്. അതേപോലെ ടൈംസ് ഓഫ് റെമഡീസ് ആൻഡ് മോണിറ്റേഷൻ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എങ്കിലും നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കുക. പിന്നെ ജുഗൽ കിഷോർ കാർഡ് റെപ്പർട്ടറി 1959. ഫട്ടക്സ് റെപ്പർട്ടറി 1963. ബാർബർ ആൻഡ് വിൽപങ്ക സിന്തറ്റിക് റെപ്പർട്ടറി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ക്വിൻസ്ലി ജോർജ് കെൻസ് റെപ്പർട്ടറി ജനറാലെ 1990. റോബിൻ മർഫി ഹോമിയോപ്പതിക് മെഡിക്കൽ റെപ്പർട്ടറി 1993. അതുപോലെ സിന്തസിസ് റെപ്പർട്ടറി 1993. 1996 റോബർ വോൺ സാൻഡ്വുഡ് കംപ്ലീറ്റ് റെപ്പർട്ടറി. അദ്ദേഹം 2 റെപ്പർട്ടറി ഇറക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് റെപ്പർട്ടറി as well as റെപ്പർട്ടോറിയം യൂണിവേഴ്സൽ. പിന്നെ ശശികാന്ത് തിവാരി 1998 ഹോമിയോപ്പതി ആൻഡ് ചൈൽഡ് കെയർ. JPS ബക്ഷി ദ ഫീനിക്സ് റെപ്പർട്ടറി. ബക്ഷിന് നമ്മൾ പക്ഷി നോക്കാം അല്ലെ, ഫീനിക്സ് പക്ഷി ഓർത്താൽ മതി. JPS ബക്ഷി ദ ഫീനിക്സ് റെപ്പർട്ടറി 1999. അപ്പൊ ഇതുവരെയുള്ളത് ഞാൻ ഒന്നും കൂടി പറയാം. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹലോ ഹലോ ഇത് ഞാൻ ഒന്നും കൂടി പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞത് ഒറിജിൻ ഓഫ് ദ വേർഡ് ആയിരുന്നു റെപ്പർട്ടോറിയം. റെപ്പർട്ടോറിയം
എന്ന വാക്കിൽ നിന്നാണ് റെപ്പർട്ടറി എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റൂബ്രിക് എന്ന വേർഡ് ഏതാണ് ഒറിജിൻ? അതുപോലെ റൂബ്രിക് എന്ന വേർഡിന്റെ മീനിങ് ആർക്കെങ്കിലും അറിയാമോ? റൂബ്രിക്, the word rubric is originated from which language? ആരെങ്കിലും ആൻസർ പറയാമോ? യെസ്, ലാറ്റിൻ. ലാറ്റിൻ എന്ന വാക്കിൽ നിന്നാണ് റൂബ്രിക് എന്ന വേർഡ് ഒറിജിൻ ചെയ്തത്. റൂബ്രിക്ക എന്ന വേർഡിൽ നിന്നാണ് അത് മീനിങ് ഹെഡിങ് ആണ്. ഹെഡിങ് എന്നാണ് റൂബ്രിക്ക എന്ന വേർഡ് മീനിങ്. ലാംഗ്വേജസ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് നമ്മൾ ഡെഫിനേഷൻ ആണ് പറഞ്ഞത്. റെപ്പർട്ടറി സിസ്റ്റമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ അറേഞ്ച് ഇൻഡെക്സ് ടു ദ സിംപ്റ്റം, ഇൻഡെക്സ് ടു ദ homeopathic medical which is full of information collected from toxicology, drug probing and clinical experience. പിന്നെ അതിന്റെ യൂസസ് പറഞ്ഞു. എന്തൊക്കെയാണ് യൂസസ്? ടു ഫൈൻഡ് ഔട്ട് ദ സിമിലം. ഒരു സിമിലം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു റെഫറൻസ് ബുക്കായിട്ട് നമുക്ക് സഹായിക്കും. ഇങ്ങനെ ഒരു സിംറ്റം നമുക്ക് ചിലപ്പോൾ സ്ട്രൈക്ക് ആവാം, പക്ഷെ നമുക്ക് പെട്ടെന്ന് റെമഡി നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് റെപ്പർട്ടറി നോക്കിയാൽ അത് പെട്ടെന്ന് കിട്ടും. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ മെഡിക്ക നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റെപ്പർട്ടറി വെച്ച് പഠിക്കാം. ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. കേസ് ടേക്കിങ്ങിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് റൂബ്രിക്സ് വെച്ചിട്ട് നമുക്ക് സിംറ്റംസ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റഡി ഓഫ് ഹോമിയോപ്പതി ഇൻ റിലേഷൻ ടു മോഡേൺ പാത്തോളജി, അതിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പീഡി റിട്രൈവൽ ഓഫ് നോൺ ഫാക്ട്സ്, അതായത് കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് എല്ലാം കിട്ടാനായിട്ട് സാധിക്കും. The limitations of റെപ്പർട്ടറി എന്ന് പറയുന്നത് it seldom suggests the final choice of the remedy. അത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് മാത്രമേ കിട്ടുള്ളൂ, നമുക്ക് ഫൈനൽ ചോയ്സ് നമുക്ക് കിട്ടില്ല. അതിന് നമുക്ക് വെറ്ററിനറി മെഡിക്കൽ സഹായം ആവശ്യമാണ്. അടുത്ത നമ്മൾ മെനി റൂബ്രിക്സ് ആർ നോട്ട് റെപ്രസെന്റഡ് വെൽ. പല റൂബ്രിക്സും ശരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടില്ല. Each repertory is having its own scope and limitation and cannot give guidance regarding potency, dose and repetition. പൊട്ടൻസിയെ കുറിച്ച്, ഡോസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് റെപ്പർട്ടറിയിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അടുത്തായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് റെപ്പർട്ടറീസ് ആണ്. അത് മെയിൻലി 5 ഡിവൈഡ് ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് ഫിലോസഫി കൺസെപ്റ്റ് വെച്ചിട്ട് ഉള്ള റെപ്പർട്ടറീസുകളുണ്ട്. പിന്നെ ഒരു ഫിലോസഫിയും ഇല്ലാതെ കുറച്ച് റെപ്പർട്ടറീസ് ഉണ്ട്. പിന്നെ ക്ലിനിക്കൽ റെപ്പർട്ടറീസ്, അതുപോലെ കാർഡ് റെപ്പർട്ടറീസ്, മെക്കാനിക്കൽ റെപ്പർട്ടറീസ്. ഫിലോസഫി കോൺസെപ്റ്റ് വെച്ചിട്ട് അതിന് നമ്മൾ ലോജിക്കൽ യൂട്ടിലിറ്റേറിയൻ റെപ്പർട്ടറീസ് എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ജനറൽസ് ടു പെർട്ടിക്കുലേഴ്സ് വെച്ചിട്ടും അതേപോലെ പെർട്ടിക്കുലേഴ്സ് ടു ജനറൽസ് വെച്ചിട്ടും. അത് വെച്ചിട്ട് കുറച്ച് റെപ്പർട്ടറീസിന്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. കെൻസ് റെപ്പർട്ടറി, ലിപ്റ്റിസ് റെപ്പർട്ടറി, സിന്തറ്റിക് റെപ്പർട്ടറി. അതുപോലെ പെർട്ടിക്കുലേഴ്സ് ടു ജനറൽസ്, അതായത് ഡോക്ട്രിൻ ഓഫ് അനലോഗി വെച്ചിട്ട്, അതുപോലെ കംപ്ലീറ്റ് സിംപ്റ്റം ഒക്കെ വെച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാത്തോളജിക്കൽ സിംറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഈ പെർട്ടിക്കുലേഴ്സ് ജനറൽസിലെ കുറച്ച് റെപ്പർട്ടറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. BTP, BBCR, സിനോപ്റ്റിക് ഓഫ് മെറ്റീരിയൽ മെഡിക്കൽ അതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത് ഞാൻ പറഞ്ഞത് പ്യൂരിറ്റൻ റെപ്പർട്ടറീസ് ആണ്. പ്യൂരിറ്റൻ റെപ്പർട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ, അതായത് പ്യുവർ ലാംഗ്വേജ് ഓഫ് ദ പ്രൂവേഴ്സിൽ നിന്നാണ് ഈ പ്യൂരിറ്റൻ റെപ്പർട്ടറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെപ്പർട്ടറി, ജനറൽസ്, കൺകോർഡൻസ് റെപ്പർട്ടറി ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത് പറഞ്ഞത് ക്ലിനിക്കൽ റെപ്പർട്ടറീസ് ആണ്. ക്ലിനിക്കൽ റെപ്പർട്ടറീസിനെ അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ബോഡി അല്ലെങ്കിൽ പാർട്ട്, ഓരോ പാർട്ട് വെച്ചിട്ട് അതിന് കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ബോറിക്സ് റെപ്പർട്ടറി, ക്ലിനിക്കൽ ക്ലാർക്സ് ക്ലിനിക്കൽ റെപ്പർട്ടറി ഒക്കെ ക്ലിനിക്കൽ റെപ്പർട്ടറീസ് വരുന്നതാണ്. ഡിസീസ് കണ്ടീഷൻ ഓഫ് പാർട്ടിൽ വരുന്നതാണ്. ബെറിച്ച് ഐ, അതുപോലെ ബെൽസ്, ഡയേറിയ എന്നിവ. അടുത്ത് ഞാൻ പറയുന്നത് കാർഡ് റെപ്പർട്ടറീസ് ആണ്. കാർഡ് റെപ്പർട്ടറീസ്, കിഷോർ കാർഡ് റെപ്പർട്ടറീസ്, ബോഗസ് കാർഡ് ഇൻഡെക്സ്, ഇതൊക്കെ കാർഡ് റെപ്പർട്ടറീസ് വരും. അടുത്ത് പറയുന്നത് മെക്കാനിക്കലി എയ്ഡഡ് റെപ്പർട്ടറീസ്, പാര, റഡാർ, ഹോംപത്ത്, ഇതൊക്കെ മെക്കാനിക്കലി എയ്ഡഡ് റെപ്പർട്ടറീസ് ആണ്. അതിന്റെ എക്സ്പാൻഷന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് റെപ്പർട്ടോറിയൻ എന്ന് പറയുന്നത് ഹാനിമൻ ആണ്. ഹാനിമന്റെ ഫ്രാഗ്മെന്റ് ഡിവാരിബസ് ആ ബുക്കിലെ
ഇൻഡെക്സ് പാർട്ടിലാണ് ഈ റെപ്പർട്ടറി വരുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ മെറ്ററി മെഡിക്കൽ, സെക്കൻഡ് പാർട്ടിൽ റെപ്പർട്ടറി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1870 അദ്ദേഹത്തിന്റെ സിംറ്റം ഡിക്ഷണറി ലാറ്റിനില് വന്നു. 1828 ഹാർട്ട്ലോബ് ആൻഡ് ട്രിങ്ക് റെപ്പർട്ടറി ജർമ്മനിൽ വന്നു. 1829 ഏർണസ്റ്റ് ഫെർഡിനാൻഡ് റക്കേർഡ് റെപ്പർട്ടറി. ഇത് രണ്ടും അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം അന്നത്തെ കുറച്ച് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കുറച്ച് റെപ്പർട്ടറീസ് ആയിരുന്നു ഇതൊക്കെ. 1829 വെബർ റെപ്പർട്ടറി വിത്ത് പ്രിഫേസ് ബൈ ഹാൻഡ്മാൻ. 1830 വെബർ സിസ്റ്റമിക് വർക്ക് ഓഫ് ആന്റിസോറിക് റെമഡീസ്, അതും ഉണ്ട്. അടുത്ത് ഞാൻ പറഞ്ഞ പ്രൊജനേറ്റർ ഓഫ് ഓൾ ലേറ്റർ റെപ്പർട്ടറീസ് എന്നറിയപ്പെടുന്ന റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് മെഡിസിൻസ് ആണ്. ഇതിൽ നിന്നാണ് എല്ലാത്തിന്റെ ഉത്ഭവം. ഓരോ റെപ്പർട്ടറീസ് ഓരോന്ന് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. റെപ്പർട്ടറി ബേസ് ചെയ്തിട്ടാണ് റെപ്പർട്ടറി ബേസ് ചെയ്തിട്ടാണ് കാറ്റ് റെപ്പർട്ടറി വന്നത്. അതുപോലെ ഓരോ റെപ്പർട്ടറീസും ആന്റിസോറിക് മെഡിസിൻസ് ബേസ് ചെയ്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് വന്ന റെപ്പർട്ടറീസ് ഒക്കെ വന്നത്. ഇത് 1832 പബ്ലിഷ് ചെയ്തത്. അതിന്റെ ഓതറിന്റെ പേര് നമുക്കറിയാം, ബോണിങ്ങോസൻ ആണ്. ബാരൻ ക്ലെമൻസ് മരിയ ഫ്രാൻസ് കാൾ ബോണിങ്ങോസൻ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സക്സസ്ഫുൾ റെപ്പർട്ടറി ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദ ഹോമിയോപ്പതിക് സൊസൈറ്റി ആൻഡ് ദസ് ഡോക്ടർ ബോണിങ്ങോസൻ ബിക്കം ദ ഫാദർ ഓഫ് റെപ്പർട്ടറി. അതുകൊണ്ടാണ് കേട്ടോ അദ്ദേഹം റെപ്പർട്ടറിയുടെ പിതാവായത്. അടുത്ത് പറഞ്ഞ ഡോക്ടർ ജാർജ് റെപ്പർട്ടറി ആണ്. അത് ജർമ്മൻ ലാംഗ്വേജിലാണ് വന്നത്. അത് എന്താ പറയാ, അതാണ് 1835 വന്നത്. 3 വോളിയുണ്ട്. അതിന് 5 എഡിഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത് ഞാൻ പറഞ്ഞത് ഒരു ലാൻഡ്മാർക്ക് കെൻസ് റെപ്പർട്ടറിയുടെ ഒരു ലാൻഡ്മാർക്ക് ആണ് ഞാൻ പറഞ്ഞത്. ഇത് ഫസിക്കൽസ് ആയിട്ടാണ് ഈ കെൻസ് റെപ്പർട്ടറി ആദ്യം വന്നത്. അതിന്റെ ഫസ്റ്റ് ഫസിക്കൽ 1897 വന്നത്. 1899 ആവുമ്പോഴാണ് അത് ഫുള്ളായിട്ട് ഒരു കവറിൽ പബ്ലിഷ് ചെയ്തതെന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെപ്പർട്ടറീസ് ആണ് ഞാൻ പറയുന്നത്. 1833 ഗ്ലേസർ ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി. 1833 വെബർ പ്രഷർ റെപ്പർട്ടറി ഓഫ് പ്യൂർലി പാത്തോജനറ്റിക് എഫക്ട്സ്. 1835 ബോണിങ്ങോസൻ റെപ്പർട്ടറി ഓഫ് മെഡിസിൻസ് വിച്ച് ആർ നോട്ട് ആന്റിസോറിക്. 1836 ബോണിങ്ങോസൻ an attempt at showing the relative kinship of homeopathic medicines. ബർബൻ ഷാഫ്റ്റിൻ റെപ്പർട്ടറി. അതാണ് ആ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. 1838 C. Herring Repertory of Manual. 1840 Ruoff a Repertory of Nosology. 1843 Lafitte a Homeopathic Repertory of Symptomatology. അതിനെയാണ് ഫസ്റ്റ് ഫ്രഞ്ച് റെപ്പർട്ടറി എന്ന് അറിയപ്പെട്ടത്. പിന്നീട് 1846 BTPP ഇറങ്ങി. 1848 Clausen Mullers. 1855 Adolphe Lippi a Repertory of Comparative Metrica. 1859 Zipper Repertory of English Homeopaths. 1869 Bell Repertory of Diarrhea. Then 1873 Birch Repertory of Eyes. Then 1873 John C. Desires and Abortion. 1879 Constant Lippi Repertory of the more characteristic symptoms of Metrica medica. 1879 H.C. Allen Repertory of Fevers. 1880 T.F. Allen. 1880 Worcester Repertory of Modalities. 1880 Guernsey Repertory of Hemorrhoids. 1881 Herring Analytical Repertory. 1882 W.A. Allen Repertory of Intermittent Fever. ഈ രണ്ട് ഫീവേഴ്സ് ഒന്ന് നോക്കണേ. T.F. Allenന്റെ അതുപോലെ W.A. Allen Intermittent Fever. W.A. Allen എന്ന് പറഞ്ഞാൽ Intermittent Fever ആണെന്ന് ഓർത്തോ. 1885 Lee and Clark Repertory of Cough and Expectoration. 1885 Father Augustus Buller Manual of Homeopathy. അതാണ് പിന്നെ ഫസ്റ്റ് ഇന്ത്യൻ റെപ്പർട്ടറി എന്ന് അറിയപ്പെട്ടത്. 1890 Generic the Repertory of Concordance in അതൊരു 6 വോളിയംസിലാണ് ജനറൽ റെപ്പർട്ടറി ഇറക്കിയത്. 1896 Repertory the Repertory of Curing's Guiding Symptoms. 1897 J. Dicken Repertory of Homeopathic Medica. 1904 J.H. Clark a Clinical Repertory. 1905 C.M. Bogart Bonninghosen's Characteristic Repertory. 1915 C.M. Bogart Repertory with Synoptic Key. 1924 C.M. Bogart
card repertory. 1927 boric clinical repertory. 1931 CM Bogart Times of Remedies and Moon Phases. 1937 Robert Sensation Acid. 1959 Jugal Kishore card repertory. 1963 Patak's repertory. 1973 Bartel and Bill Klunger synthetic repertory. 1990 Quincy Jones Ken's Repertorium Generale. 1993 Robin Murphy Homeopathic Medical Repertory. An Indian edition 1994 Lana. 1993 Frederick Schoen's Synthesis Repertory. Roger von Sandwood Complete Repertory. 1998 Shashikant Tiwari Homeopathy and Child Care. 1999 JPS Bakshi The Phoenix Repertory. 2003 Roger von Sandwood Repertorial University. ഇനി ഞാൻ അതിൽ ഉൾപ്പെടുത്താത്ത ഒരു പോയിന്റ് പറയാം. റെപ്പർട്ടറി ഇവരെ എടുത്തത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ കുൻസ്ലിന്റെ ജോസ് കുൻസ്ലിന്റെ ടെൻസ് റെപ്പർട്ടോറിയം ജനറലിലെ 1897 ഈ കുൻസ്ലിന്റെ റെപ്പർട്ടോറിയം ജനറലിലെ വന്നത് 1990 ഇന്ത്യൻ എഡിഷൻ ആണോ? ഹലോ ഹലോ തിവാരി ടെക്സ്റ്റിലെ 1990 കുൻസ്ലി ജോസ് കെൻസ് റെപ്പർട്ടോറിയം ജനറാലെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? 1897 ഹലോ കേൾക്കുന്നു. അത് ഇന്ത്യൻ എഡിഷൻ ആണോ അതോ 1987 അത് റെഫർ ചെയ്തിട്ട് പറയാമോ? ഹലോ റെഫർ ചെയ്തിട്ട് പറയാമേ. ഹലോ ഓക്കെ മാം. നയൻറ്റീൻ ഹൺഡ്രഡിലെ ഒരു റെപ്പർട്ടറി CM ബോങ്കർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എ സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പതിക് റെമഡീസ് എന്ന് പറയുന്നത്. ഈ ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സ് ഇല്ലേ, നമ്മുടെ മോണിമോസിന്റെ റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് ഈ CM ബോങ്കർ 1900 ഇറക്കിയ ബുക്ക്. എ സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പതിക് റെമഡീസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത് ഈ റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സ് എന്ന് പറയുന്ന മോണിമോസിന്റെ ബുക്കാണ് കേട്ടോ. 1900 CM ബോങ്കർ എ സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പതിക് റെമഡീസ് ഉണ്ട്. So that's up to the class. ക്ലാസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ മെത്തേഡ്സ് ഓഫ് റെപ്പർട്ടറൈസേഷൻ അതുപോലെ ഓരോ റെപ്പർട്ടറിയും വെച്ചിട്ട് നമുക്ക് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ.
ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും റൂബ്രിക്സ് ആണ് വരുന്നത്. ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുന്നത്? Dash developed his first repertory of antisolics. Options: Dr. Bonnie-Olson, Dr. J.T. Kent, Dr. H.C. Allen, Dr. C.B. Lab. Repertory of antisolics ആരാണ്? ആരെങ്കിലും ആൻസർ ചെയ്യൂ. Bonnie-Olson. Yes. Repertory of comparative metri പഠിക്കാം. Dr. H.C. Allen, Dr. Lippy, Dr. Herring, Dr. Sipar. Dr. Lippy. Adolf Lippy. Yes. Antisolic was published in which language? German, Latin. Yes. Verwandtschaften Repertorium. Who published? Question ഒന്നുകൂടി പറയാമോ? Verwandtschaften Repertorium. അതായത് attempted showing the relative kinship of homeopathic medicines. Yes. Bonnie-Olson. Short life sketch of Boger was published by Short life sketch of Boger. ഇപ്പൊ മാറിയതാണ് ഇതിലാറുണ്ടായിനെ അടിക്കായി മാത്രമല്ല ഇവിടെ ഈർപ്പ് നിന്നിട്ടേക്ക് വേണ്ടതേ. PBSRലെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഹലോ, ഓഡിബിൾ ആണോ?
Pocket Manual of Homeopathy. Homeopathic History, Medical and Laboratory. Published by no. Yes, Boris. No. Symptom Register was published by